ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മീഡിയൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ എക്സാം പേപ്പറിൽ എപ്പോഴും കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ CFനെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എണ്ണത്തെ, അതായത് n/2 ഐറ്റം കാണണം. ടോട്ടൽ എണ്ണത്തെ n എന്ന് പറയാം, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ക്ലാസ് കിട്ടും. ആ ക്ലാസ് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീഡിയൻ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ കാണുന്ന, അതായത് n/2 ഐറ്റം പറയുമ്പോൾ ഏത് ക്ലാസ്സിലാണോ മീഡിയൻ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെ L1 എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ L1 ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ദെൻ ആ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയ CF നമ്മളവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തതായിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മറ്റൊന്ന് എന്താണ്, മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. ദെൻ ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദി മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഡിയൻ കാണാനായിട്ട് നമ്മൾ എടുക്കേണ്ടതായ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ L1 + n/2 - CF/F × I. അതിൽ L1 ആണ് ഈ പറഞ്ഞ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. n/2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുവച്ച n/2 ആണ്. ദെൻ CF എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ദെൻ ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസി ആണ്. × I മീൻസ് ക്ലാസ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ ഇതാണ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് എങ്ങനെ കാണുന്നത് നമുക്ക് നോക്കാം. മീഡിയൻ കാണാനായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ കാണുന്നത് ക്ലാസ്സസ് ആണ്. ദെൻ രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസിയാണ്, അതായത് ഓരോ ക്ലാസ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയി വരുന്ന ഫ്രീക്വൻസീസ് ആണ് ഇവിടെ സെക്കൻഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റത്തെ ക്ലാസ് ഏതാ, 0 to 10 അല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് 14. ദെൻ 10 to 20 അതിൻ്റെ ഫ്രീക്വൻസി 23. അങ്ങനെ 20 to 30, 30 to 40, 40 to 50 അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുമാണ് രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മീഡിയൻ കാണാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അടുത്ത കോളം ഞാൻ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി, CF അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ഈ CF അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസികളെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുമായി ആഡ് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 10 ആണ് അല്ലേ. അതിൻ്റെ ഫ്രീക്വൻസി എത്ര, 14 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ വേറെ ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്കതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇത് തന്നെ എടുക്കാം, 14 തന്നെ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്ലാസ് നോക്കൂ. രണ്ടാമത്തെ ക്ലാസ് ഏതാ, 10 to 20 ആണ് അല്ലേ. 10 to 20ൻ്റെ ഫ്രീക്വൻസി എത്ര, 23 ആണ്. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ നമ്മൾ കാണുക, അതായത് ഈ 14നും അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിൻ്റെ 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ 14നും 23യും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്ര, 37. അപ്പോൾ 37 ആണ് ഈ ക്ലാസ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ് നോക്കൂ, 20 to 30. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണുക, അതായത് 23യും ഈ 27നും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ആഡ് ചെയ്താൽ മതി, ഈ 30 ഇതുവരെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഏതാ, 37 അല്ലേ. അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്താലും മതി, 27 ആഡ് ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ്, സെയിം ആണ് വരിക. അതായത് 14 + 23 ആഡ് ചെയ്തപ്പോൾ 37 വന്നില്ലേ. ആ 37ൻ്റെ കൂടെ 27 ആഡ് ചെയ്താലും 14 + 23 + 27 ആഡ് ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്താ, ഒന്നാണെന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 23ൻ്റെ കൂടെ 27 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്, 64 ആണ്, 64. അപ്പോൾ 64 ആണ് ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 30 to 40 പറഞ്ഞ അടുത്ത ക്ലാസ്സിൻ്റെ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി വീണ്ടും ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 21 കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്, 85 ആണ്. അതായത് 64ൻ്റെ കൂടെ 21 ആഡ് ചെയ്താൽ കിട്ടുക 85 ആണ്. ദെൻ നെക്സ്റ്റ് 40 to 50 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 15 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 100 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഫ്രീക്വൻസികളുടെ സമ്മ് കാണണം. അതായത് ടോട്ടൽ n എത്രയും നമുക്ക് കാണണം, അതായത് n കാണണം. അപ്പോൾ n കാണാനായിട്ട് എന്താ ചെയ്യുക, ഈ ഫ്രീക്വൻസികളെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രീക്വൻസി ആഡ് ചെയ്താൽ കിട്ടുന്നത് തന്നെയായിരിക്കും നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ എൻഡിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് അത് വന്നിരിക്കുന്നത്, 100 അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 100 ആണ് എന്ത്, n എന്ന് പറഞ്ഞത്. അപ്പോൾ n = 100 നമ്മൾ എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താ, ഒരു മീഡിയൻ ക്ലാസ് കാണാം അല്ലേ. അപ്പോൾ മീഡിയൻ ക്ലാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, n/2
ഐറ്റം അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു n/2 ഐറ്റം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര 100 അല്ലേ, അപ്പോൾ നമ്മൾ ചെയ്യുകയാണ് 100/2. 100/2 പറഞ്ഞാൽ എത്ര വരിക 100/2 = 50 അല്ലേ. അപ്പോൾ 50th ഐറ്റമാണ് എന്ത് മീഡിയൻ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ 50th ഐറ്റം അതായത് 50ാമത്തെ ഐറ്റമാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഏതാ മീഡിയൻ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ മീഡിയൻ ക്ലാസ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു n/2 ഐറ്റം ചെയ്തു. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 100 ആണ്, 100/2 പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50th ഐറ്റമാണ് മീഡിയൻ ക്ലാസ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ 50th ഐറ്റത്തിന് എവിടുന്നാണ് കാണുക, അതായത് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നോക്കുക. അതിൽ 50 എന്ന് പറഞ്ഞ സംഖ്യ എവിടെ വരിക, ഏത് ക്ലാസ്സിലാവും വരിക, 14ലോ 37ലോ 50 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടോ, ഇല്ല. പിന്നെ ഏതിലുള്ളത് 64ലാണ് അല്ലേ. അപ്പോൾ 64ലാവും ഏത് ഉൾപ്പെടുക 50 എന്ന് പറഞ്ഞത്. അപ്പോൾ 50ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ 64ലാണ് ഉൾപ്പെടുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പം ഇനി അതിൻ്റെ നേരെ വരുന്ന ക്ലാസ് ഏതാണ്, അതിൻ്റെ നേരെ വരുന്ന ക്ലാസ് ഏതാ 20 to 30. അപ്പം നമുക്ക് മനസ്സിലായി മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞത് ഏതാ 20 to 30 ആണ്. അപ്പം നമ്മളിവിടെ എഴുതി വെക്കുകയാണ് മീഡിയൻ ക്ലാസ്. അതായത് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എഴുതി വെക്കുന്നു 20 to 30 ആണ്. ഓക്കെ, കിട്ടിയല്ലോ. എത്രയും പറഞ്ഞത് മനസ്സിലായില്ല എല്ലാവർക്കും. അതായത് നമ്മൾ എന്ത് ചെയ്തു n/2 ഐറ്റം ചെയ്തു. അപ്പം 50ാമത്തെ ഐറ്റാന്ന് കണ്ടു. ഈ 50ാമത്തെ ഐറ്റം എവിടെ വരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നേരെ പോയി നോക്കുക. 50 എന്ന് പറഞ്ഞ സംഖ്യ ഏതിലാണ് ഉൾപ്പെടുക 64നകത്താവും ഉൾപ്പെടുക അല്ലേ. അപ്പം 64 എന്ന് പറഞ്ഞത് ഏത് ക്ലാസ്സിൻ്റെ നേരെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ക്ലാസ് നമുക്ക് കണ്ടെത്തി 20 to 30 ആണ്. അപ്പോൾ മീഡിയം ക്ലാസ് ആണ് 20 to 30 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മീഡിയം ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മീഡിയം കാണാം. അതായത് മീഡിയം ക്ലാസ്സിൻ്റെ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. നമുക്കറിയാം മീഡിയം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ ആദ്യം എഴുതി വെക്കാം കേട്ടോ. അപ്പം ഇനി കൺഫ്യൂഷൻ ആവില്ലല്ലോ. അപ്പം മീഡിയൻ = എന്താ L1 + n/2 - CF/F × I. അതാണ് നമ്മുടെ മീഡിയം കാണാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ അതായത് L എന്ന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക L1 എന്ന് പറയുക. L എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 ആണ് L എന്ന് കിട്ടി. n/2 നമ്മൾ കണ്ടുവച്ചു എത്ര 50 ആണ്. ഇനി CF എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണാം, മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പത്തെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ പറയുമ്പോൾ ഏതാ 37 ആണ്. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ എഴുതി വെക്കാം CF = എത്ര 37 ആണ്. ഇനി F എന്ന് പറഞ്ഞാൽ എന്താ, F എന്ന് പറഞ്ഞാൽ ഇതിലുള്ളൊരു F ഉണ്ടല്ലോ, അതായത് ഇക്വേഷനിലെ F ആണ് നമ്മൾ പറയുന്നത്. F എന്ന് പറഞ്ഞാൽ എന്താ മീഡിയൻ ക്ലാസ്സിൻ്റെ F ആണ്. അതായത് മീഡിയം ക്ലാസ്സിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസി എത്ര 27. അപ്പോൾ 27 ആണെന്ന് എഴുതി വെച്ചു അല്ലേ. ഇനി I എന്ന് പറഞ്ഞാൽ I മീൻസ് ക്ലാസ് ഇൻ്റർവെലാണ്. ഈ ഓരോ ക്ലാസ്സസും തമ്മിലുള്ള ഇൻ്റർവെൽ എത്ര 10 to 20, 20 to 30 പറയുമ്പോൾ വ്യത്യാസം എത്ര 10 അല്ലേ. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എത്ര 10 ആണെന്ന് കിട്ടി. അഥവാ ക്ലാസ് ഇൻ്റർവെൽ 10 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യകൾ ഒന്നും കൂടി ഇവിടെ എഴുതി വയ്ക്കുക. L എന്ന് വിടക്കുന്ന താഴത്തേക്ക് ഒന്നും കൂടി എഴുതി വയ്ക്കുകയാണ്. n/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 ആണ്. എല്ലാം എഴുതി വെച്ചു അല്ലേ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും ഇതെല്ലാം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ L1 എന്നുള്ളത് എന്തിട്ട് കൊടുക്കുന്നു 20 പ്ലസ് ഇനി എന്താ n/2 എത്രയാണ് 50 അല്ലേ 50 മൈനസ് CF എത്രയാണ് 37 അല്ലേ ബൈ F എന്ന് പറഞ്ഞാൽ എത്രയാണ് F എത്രയായിരുന്നു 27 ഇൻറ്റു I മീൻസ് എത്ര I എത്രയാണ് 10 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ 20നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് L1 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ പുറത്താണ് നിൽക്കണം കേട്ടോ. ഞാൻ എഴുതിയപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി എന്നറിയില്ല. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കാൽക്കുലേഷൻ ആദ്യം ചെയ്യുക. അപ്പോൾ 50 - 37/27 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, അതായത് ചെയ്ത് നോക്കാം. 50ന് 37 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക, സൈഡിൽ ചെയ്യാം. 50 - 37 3 7 13 13 അല്ലേ 13 അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കുന്നു എന്താ 20 + 13/27 × 10 എന്നെഴുതി. ദെൻ 20 + 130/27 അതായത് ഈ 13ഉം 10നെയും ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായി 130 ആയി. ദെൻ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ ആൻസർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ അതായത് 130/27 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4.875 ആണ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുകയാണ്. ലാസ്റ്റ് ആൻസറാണ് 20 + 4.815. അപ്പോൾ 20ൻ്റെ കൂടെ 4.815 ആഡ് ചെയ്ത് എത്ര കിട്ടും 24.81. ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.